റെയർ ഫാക്ട്സ് സീരീസ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട എപ്പിസോഡ്സ് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള റെയർ ആയിട്ടുള്ള ഫാക്റ്റുകൾ അടങ്ങിയ ചോദ്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിന്റെ ഭാഗമായി ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1857 റിവോൾട്ട്, ലോർഡ് കാനിൻ, അത്തരം ചരിത്രങ്ങളൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കും. ഈ വീഡിയോയിൽ ലോർഡ് കാനിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വൈസ്രോയിസ് ലോർഡ് എൽഗിൻ, ജോൺ ലോറൻസ്, പിന്നീട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലോർഡ് മേയോ, അതിനുശേഷം വന്ന നോർത്ത് ബ്രൂക്ക് എന്നീ വൈസ്രോയമാരെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ അടുത്ത വീഡിയോയിൽ പിന്നീട് വരുന്ന വൈസ്രോയമാരായിട്ടുള്ള ലിറ്റൺ അടക്കമുള്ള ആൾക്കാരെയും നമ്മൾ ചർച്ച ചെയ്യും. ഇതിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. റാങ്ക് അടിക്കാനായി നമുക്ക് കുറച്ച് ആഴത്തിലിറങ്ങി തന്നെ പഠിക്കാം. അപ്പം കാനിന് ശേഷം വരുന്ന വ്യക്തിയാണ് ലോർഡ് എൽഗിൻ ദ ഫസ്റ്റ്. എൽഗിനെ പറ്റി നിങ്ങൾക്ക് കാര്യമായിട്ടൊന്ന് പഠിക്കാനുള്ള ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. വഹാബി മൂവ്മെന്റ് എൽഗിന്റെ സമയത്തും പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. ഇപ്പൊ വഹാബീസിന്റെ ചരിത്രം നമ്മൾ എവിടെ കണ്ടത്? വഹാബീസിന്റെ വഹാബീസിനെ നമ്മൾ നേരത്തെ എവിടെ കണ്ടായിരുന്നല്ലോ. റിവോൾട്ടിലെ അവരുടെ പാർട്ടിസിപ്പേഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ് കാണാത്തത് കാണുക. കാര്യം വഹാബീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റാഡിക്കൽ ആയിട്ട് റിലീജിയസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഇവരുടെ ഒബ്ജക്റ്റീവ് തന്നെ ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റുക. അതായത് കഴിഞ്ഞ ക്ലാസ് കാണുക, ഈ പറഞ്ഞ പോലെ ജിഹാദ് യൂസ് ചെയ്ത് നോൺ ബിലീവേഴ്സിനെ ബിലീവേഴ്സ് ആക്കി മാറ്റിയെടുക്കാൻ ശ്രമിച്ച ഇന്നത്തെ ടെററിസത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാണ് വഹാബീസ്. ഇന്ത്യ മുഗളന്മാര് നൂറ്റാണ്ടുകളോളം ഭരിച്ച മുഗളന്മാർക്ക് ഈ വാശിയില്ലായിരുന്നു. ഇന്ത്യ അങ്ങനെ രാജ്യമല്ലെന്നുള്ള കാര്യം. അതിനു മുമ്പ് സുൽത്താൻമാർ ഭരിച്ചിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒബ്ജക്റ്റീവ് ആയിരുന്നു വഹാബീസ് എഴുതുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരായിരുന്നു വഹാബീസ് എന്ന് പറയുന്നത്. ഇവരെ അടിച്ചമർന്ന ലോർഡ് എൽഗിൻ. 1863 ഒക്കെ ആകുമ്പോൾ വഹാബീസിലെ അവസാനത്തെ കണ്ണി പഞ്ചാബ്, വെരി ഗുഡ്, പഞ്ചാബ് ബെൽറ്റിൽ. അന്നത്തെ പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പഞ്ചാബ് ഉണ്ട്, ഹരിയാനയുണ്ട്, പാകിസ്ഥാന്റെ ഭാഗം വെരി ലാർജ് ടെറിട്ടറി. അന്നത്തെ പഞ്ചാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ജോഗ്രഫിക്കൽ റീജിയനാണ്. ഇന്നത്തെ സംസ്ഥാനത്തിന് 10 ഇരട്ടി ഉണ്ടത്. അപ്പൊ അത്രയും ഏരിയയിലുള്ള വഹാബീസിനെ അടിച്ചമർത്തിയത് ലോർഡ് എൽഗിൻ ആണ്. 1863 കൂടി അവരുടെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ, പിന്നീട് വരുന്ന ആളാണ് ലോർഡ് ജോൺ ലോറൻസ്. ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. വഹാബീസിന്റെ കേസിൽ മറ്റൊരു ക്യാച്ച് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ലോർഡ് ജോൺ ലോറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഇന്റേണൽ ഡ്യൂട്ടീസ് അബോളിഷ് ചെയ്തു. ഇന്ത്യയിൽ വന്നിട്ട് കോമൺ കറൻസിയും പോസ്റ്റൽ സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമാണ്. പഞ്ചാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പഞ്ചാബ് ഇങ്ങനെ ആവാനുള്ള പ്രധാനപ്പെട്ട റീസൺസിലൊന്ന് ഇദ്ദേഹമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നത്, അങ്ങനെ ഇവിടെ പാലങ്ങൾ പണിയുന്നു, ഡാമുകൾ പണിയുന്നു, റോഡുകൾ പണിയുന്നു. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗനൈസേഴ്സ് ഓഫ് വൈസ്രോയിസ്, അല്ലെങ്കിൽ സേവിയർ വൈസ്രോയ് എന്നോ ഓർഗനൈസർ വൈസ്രോയ് എന്നൊക്കെ നമ്മൾ ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നമ്മുടെ ഇദ്ദേഹത്തിന്റെ കാര്യം, നമ്മുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ കാര്യം, ജയശങ്കറിന്റെ കാര്യം നമ്മൾ കാണാം. ഹി വാസ് എ സിവിൽ സർവന്റ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിവിൽ സർവന്റ് റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹത്തെ പിടിച്ച് ഇന്ത്യയുടെ വൈസ്രോയ് ആക്കുന്നത്. നാളെ ഒരു സിവിൽ സർവന്റ് റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹത്തെ പിടിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കി എങ്ങനെ ഇരിക്കും? അതുപോലുള്ള അവസ്ഥയാണ്. അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള സിവിൽ സർവന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ബ്യൂറോക്രാറ്റിക് മൈൻഡ് ഉള്ളത്. പഞ്ചാബിനെ ഡെവലപ്പ് ചെയ്യുന്നു, എക്കണോമി സ്ട്രക്ചറൈസ് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം വളരെ നല്ലൊരു ഭരണമാണ് ഇദ്ദേഹത്തിൻ്റെത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന പോയിന്റ് ഇതാണ്, പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്, സമ്മതിച്ചു. പക്ഷെ ജോൺ ലോറൻസ് ആണ് പോസ്റ്റൽ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നത് പഞ്ചാബിൽ. ഇദ്ദേഹമാണ് ഇൻഡോ യൂറോപ്യൻ ടെലിഗ്രാഫും കൊണ്ടുവരുന്നത്. പണ്ട് ടെലിഗ്രാഫ് ഇന്ത്യക്ക് അകത്ത് മാത്രമായിരുന്നു. ആ ടെലിഗ്രാഫിനെ കറാച്ചിയിലേക്കും പെർഷ്യയിലേക്കും തുർക്കിയിലേക്കും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിന്റെ സമയത്ത് ഭൂട്ടാനുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ വരാറില്ല കേട്ടോ. എന്നാലും ഇപ്പോഴത്തെ ഒരു PSC പാറ്റേണിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ട്രീറ്റി ഓഫ് സിൻചൂള എന്താന്നുള്ളതാണ്. ട്രീറ്റി ഓഫ് സിൻചൂള കാര്യം, ഈ ഭൂട്ടാനുമായിട്ടുള്ള യുദ്ധം എൻഡ് ചെയ്യുന്നത് ട്രീറ്റി ഓഫ് സിൻചൂള സൈൻ ചെയ്യുന്നതോട് കൂടിയാണ്. പിന്നെ ഭൂട്ടാൻ ഇന്ത്യയുമായിട്ട് ബ്രിട്ടനോട് അടിച്ചു നിൽക്കാൻ ഒക്കത്തില്ലെന്ന് മനസ്സിലായി. ഭൂട്ടാൻ തോൽവി സമ്മതിക്കുന്നു.
അങ്ങനെ ഭൂട്ടാൻ എന്ത് ചെയ്യുന്നു, ആസാമിലുള്ള ചില സ്ഥലങ്ങള്, ആസാമിലെ ബംഗാളിലെ ചില സ്ഥലങ്ങള് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ വർഷാവർഷം 50,000 രൂപയും കൂടെ കൊടുത്തുള്ളത് ഭൂട്ടാൻ എഗ്രി ചെയ്യുക. അതിന്റെ പുറത്താണ് ബ്രിട്ടീഷുകാർ ഭൂട്ടാനെ വെറുതെ വിടുന്നത്. ഇന്നും ഈ പറഞ്ഞ പോലെ ഭൂട്ടാൻ ഒരു മൊണാർക്കിയാണ്, രാജസ്ഥാൻ അവിടെ ഫോളോ ചെയ്യുന്നത്. പണ്ടത്തെ രാജാവ് ട്രീറ്റി ഓഫ് സിഞ്ചോൾ ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് ഇന്നും അദ്ദേഹം ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നത്. ഈ ദുവാർ എന്ന് പറയുന്ന റീജിയൻസ് നമുക്ക് ജോഗ്രഫിയിലും വരുന്ന ഒരു ഏരിയ ആണ് ദുവാർ. എന്താണ് ദുവാർ എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ മീനിങ് എന്താ ദുവാർ? നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ഫെർട്ടൈൽ ലാൻഡുകൾ ഒന്നാണ് ദുവാർ. ദുവാർ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താ? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനകത്ത് വളരെ പ്രധാനപ്പെട്ട കണ്ണികളാണത്. രണ്ട് നദിക്ക് നടുക്കുള്ള സ്ഥലം അല്ലെ, ദുആർ, രണ്ട് നദിക്ക് നടുക്കുള്ള സ്ഥലം. അതായത് ആ സ്ഥലത്തിന് രണ്ട് സൈഡിൽ നദി ഒഴുകുക. അപ്പൊ രണ്ട് നദികളിൽ നിന്നുള്ള അലൂവിയൽ ഡിപ്പോസിറ്റ്സ്, വെസ്റ്റേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസിൽ നിന്നുള്ള അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ഈ ദുവാറിന്റെ സൈഡിൽ നിന്ന് അടിഞ്ഞടിഞ്ഞാൻ കിടക്കും. അതായത് സ്വർണം വിളയുന്ന മണ്ണാണ് ദുവാറിലെ. ദോബ്, യെസ് എക്സാക്ട്ലി ചെയ്യുന്നത് ദുവാറാണ് ഇവിടെ ദോബായിട്ട് പറയുന്നത്. ദോബ് ദോബ് ദോബ്, എക്സാക്ട്ലി. ദോബ് ഇപ്പൊ ഒരു ജോഗ്രഫിക്കൽ ടേം ആണ്, ഒരു ജോഗ്രഫിക്കൽ ടേം ആണ്. അപ്പം ഇത് ജോഗ്രഫി ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് പഠിക്കുക. ഈ ലാൻഡ് കിട്ടിയതോടെ ബ്രിട്ടീഷുകാർക്ക് അവിടെ ഗോതമ്പ്, ടുബാക്കോ, എന്താ അല്ലെങ്കിൽ അരി എല്ലാം കൃഷി ചെയ്യാൻ പറ്റി. വളരെ നല്ലൊരു ഡീലായിരുന്നു അവരെ സംബന്ധിച്ചത്. ഓക്കെ, കാര്യം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിനകത്തേക്കാൾ ഏറ്റവും ഫെർട്ടൈൽ അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ഈ റീജിയൻസിനകത്താണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം വരുന്ന ഒരു വ്യക്തിയാണ് ലോർഡ് മേയോ. ലോർഡ് മേയോ, ഇവിടെ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോർഡ് മേയോയോട് ലോർഡ് മിന്റോയോട് രണ്ട് തിരിഞ്ഞു പോകില്ല. ഓക്കെ, ഏറ്റവും നല്ല വൈസ്രോയി ആരാ? ഇന്ത്യയിലെ ഭരിച്ച ഏറ്റവും നല്ല വൈസ്രോയി ആരാ? പീപ്പിൾസ് വൈസ്രോയി, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈസ്രോയി ആരായിരുന്നു? യെസ്, റിപ്പൺ. റിപ്പൺ, എല്ലാവർക്കും റിപ്പണിനെ പറ്റി അറിയാം. ഗുഡ് ഗുഡ്. റിപ്പൺ കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഭരണം നടത്തിയ വ്യക്തികൾ ഒരാളാണ് മേയോ. ഓക്കെ, റിപ്പൺ ഉണ്ട്, പക്ഷെ മേയോയും അത്ര മോശപ്പെട്ട വ്യക്തിയൊന്നും അല്ലായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് 1 സെക്കൻഡ്. യെസ്, സോ അതാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് വരിക. മേയോയുടെ ഡീറ്റെയിൽസ് പറയുന്നത് ഒരു ട്രാജിക്കൽ ഫിഗർ ആണ് മേയോ എന്ന് പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന് ഓരോരോ പോയിന്റുകൾ ഒന്ന് പഠിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ, സാമ്പത്തിക വികേന്ദ്രീകരണം ആരംഭിക്കുന്ന അദ്ദേഹമാണ്. ഈ രാജ്കോട്ട് കോളേജ്, മേയോ കോളേജ് ഒക്കെ സ്ഥാപിക്കുന്നത് അദ്ദേഹമാണ്. ഈ കോളേജുകളുടെ പർപ്പസ് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുള്ളതല്ല, രാജകുമാരന്മാർക്ക്, അതായത് ഓരോ പ്രിൻസിലി നാട്ടുരാജ്യങ്ങളിലെ രാജകുമാരന്മാരെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സേവകരായിട്ട് വാർത്തെടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളായിരുന്നു ഇതൊക്കെ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ഇദ്ദേഹം എടുക്കുന്നത്. സെൻസസ് എന്നൊരു കോണ്ടെക്സ്റ്റ് പിന്നെയും ന്യൂസിനകത്തുണ്ട്. കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററിയും ഒക്കെ നമ്മുടെ ന്യൂസിൽ ഓവർലാപ്പ് ചെയ്തിരുന്ന സെക്ഷൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ അധികം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ സെൻസസ് ന്യൂസിനകത്തുണ്ടോ? വൈ? സെൻസസ് എന്തുകൊണ്ടാണ് ന്യൂസ് വരാനുള്ള കാരണം? നമുക്ക് ലാസ്റ്റ് സെൻസസ് എടുക്കേണ്ട വർഷം ഏതായിരുന്നു? അത് കാസ്റ്റ് സെൻസസ് ഉണ്ട്. ട്രൂ, ഞാൻ റെഗുലർ സെൻസസിന്റെ കാര്യം ചോദിച്ചത്, ഡെസിനിയൽ സെൻസസിന്റെ കാര്യം ചോദിച്ചത്. യെസ്, കാസ്റ്റ് സെൻസസ് ഉണ്ട്. യെസ്, എക്സാക്ട്ലി. 2021 നമുക്ക് ആക്ച്വൽ സെൻസസ് എടുക്കേണ്ടത്. നമുക്ക് നോക്കിയറിയാം, നമ്മുടെ സെൻസസ് ഇയർ എല്ലാം 1 എൻഡ് ചെയ്യുന്നത് അല്ലേ. 2001, അതോ 2011, പിന്നെ 2021 വരേണ്ടത്. നമുക്ക് ഇതുവരെ സെൻസസ് എടുക്കാൻ പറ്റിയോ? കോവിഡ് ഹിറ്റ് ചെയ്തു, നമ്മുടെ സെൻസസ് ഒക്കെ സെൻസ് ഇല്ലാതായി പോയി. സോ 2024 നമ്മൾ സെൻസസ് എടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ത്യൻ സെൻസസിന്റെ ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇന്ത്യയിൽ ആദ്യത്തെ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെൻസസ് അത് നടക്കുന്ന 1872. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെൻസസ് മീൻസ് ബ്രിട്ടീഷുകാരുടെ കസ്റ്റഡിയിലുള്ള എൻറ്റയർ ഇന്ത്യയുടെ സെൻസസ് 1872 നടക്കുന്നുണ്ട്. പക്ഷേ റെഗുലർ സെൻസസ് നടക്കുന്നത് 1881. ഇപ്പൊ ഡിഫറൻസ് എന്താ? റെഗുലർ സെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഇന്റർവെല്ലിൽ നടത്തപ്പെടുന്ന സെൻസസ് ആണ് റെഗുലർ സെൻസസ്. 1872 നടത്തിയിട്ട് പിന്നെ ഇത് ഉപേക്ഷിച്ചു, പിന്നെ നടത്തിയിട്ടില്ല. പക്ഷെ ഇത് 1881 നടത്തി, പിന്നെ 1891 നടത്തി, പിന്നെ 1901 നടത്തി, പിന്നെ 1911 നടത്തി, അങ്ങനെ പോവാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ സെൻസസ് ഇയർ എല്ലാം എന്തായത് 1 എൻഡ് ചെയ്തത്. 10 വർഷം കൂടുമ്പോൾ ഡെസീനിയൽ സെൻസസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1881
അത് പക്ഷെ റിപ്പന്റെ പരിപാടിയായിരുന്നു, റിപ്പ്. സോ ആദ്യത്തെ സെൻസസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് ആരാ നടത്തി ചോദിക്കുവാണെങ്കിൽ ലോർഡ് മേയോ ആണ്. ആദ്യത്തെ റെഗുലർ സെൻസസ് ആരാ നടത്തി ചോദിക്കുന്നത് ലോർഡ് റിപ്പൺ ആണ്. ക്ലിയർ ആയല്ലോ? പക്ഷേ ചോദ്യം വന്നേക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോൺ സെൻസസ് ഇൻ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആദ്യത്തെ സെൻസസ് അത് ഇന്ത്യ മൊത്തത്തിലുള്ള സെൻസസ് അല്ല. ഇന്ത്യയിലെ ഒരു പർട്ടിക്കുലർ റീജിയനിൽ ആരോ നടത്തിയൊരു സെൻസസ് ഉണ്ട്. അത്തരത്തിൽ ആദ്യത്തെ സെൻസസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൻറി വാൾട്ടർ ഡാക്കയിൽ നടത്തിയ സെൻസസ്. ഇന്നത്തെ ബംഗ്ലാദേശില് ഡാക്കയിൽ അദ്ദേഹം 1830 ചെറിയൊരു സെൻസസ് നടത്തുന്നുണ്ട്. അപ്പൊ അതാണിത്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ന്യൂസിൽ തിരിഞ്ഞും മറിഞ്ഞും ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സെൻസസിന് ബ്രിട്ടീഷ് ഇന്ത്യ, അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ആദ്യത്തെ സെൻസസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മേയോയുടെ സമയത്താണ്, 1872-ലാണ്. എന്നാൽ ഇന്ത്യയിൽ എപ്പോഴെങ്കിലുമൊക്കെ ലോക്കൽ സെൻസസ് നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ഡാക്കയിലാണ്, ഹെൻറി വാൾട്ടർ ആണ്. ഫസ്റ്റ് റെഗുലർ സെൻസസ് 1881 മുതൽ റിപ്പന്റെ സമയത്ത് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ 3 കൺഫ്യൂസിങ് ഫാക്ടറും ക്ലിയർ ആണോ? സെറ്റ് ആണോ? യെസ്, ക്ലിയർ. ഫൈൻ. സോ ലോർഡ് മേയോ ചെയ്യുന്ന ചില പരിപാടിയാണ് അദ്ദേഹം അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. മൈസൂരിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാ? മൈസൂരിൽ ഈ അഗ്രികൾച്ചറിനും കൊമേഴ്സിനും വേണ്ടി സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാ? ഇതൊരു കോമൺ തീമാണ്. കാര്യം ഏതൊരു അന്നത്തെ കാലത്തെ എക്കണോമിയുടെ നട്ടല്ല അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ആണ്. മൈസൂരിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? ഹൈദരലിയും ടിപ്പു സുൽത്താനും. ഇതിന്റെ പേരിലാണ് മൈസൂർ സാൻഡൽസിന്റെ സാഫ്രൻസിന്റെ കേന്ദ്രമായത്, അല്ലെ? അപ്പം മോഡേൺ ഇന്ത്യയിൽ ഇത് സ്ഥാപിക്കുന്നത് ലോർഡ് മേയോ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. ഓക്കെ. മിഡീവൽ ഇന്ത്യയിൽ ഇത് സ്ഥാപിക്കുന്ന ആരാ? മിഡീവൽ ഇന്ത്യ ഇത് ആരാ സ്ഥാപിക്കുന്നത്? ബുദ്ധിമാനായ വിട്ടി എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. യെസ്, അഖിൽ. വെരി ഗുഡ്. മുഹമ്മദ് ബിൻ തുഗ്ലക്. കാര്യം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓരോ കാലഘട്ടത്തിലെയും എക്കണോമിയുടെ നട്ടല്. ഏറ്റവും വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് മണ്ടനാണോ അതോ ബുദ്ധിമാനാണോ നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്ന റീസൺ അതാ. അദ്ദേഹം കുറെ മണ്ടത്തരം ചെയ്യുന്നതിന് കൂടുതൽ അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെന്റ് ദിവാനി കോഹി എന്നൊക്കെ പറയുന്ന പോലെ വളരെ വിഷണറി ഡിപ്പാർട്ട്മെന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇദ്ദേഹം പബ്ലിക് റെയിൽവേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എവിഡൻസ് ആക്ട് 1872 കൊണ്ടുവരുന്നു. എവിഡൻസ് ആക്ട് നമ്മുടെ മാറാൻ പോവാണല്ലേ? എവിഡൻസ് ആക്ട് നമ്മുടെ മാറാൻ പോവാണ്. അപ്പം ഇവിടെ ഉള്ളൊരു ന്യൂസ് ഇടയ്ക്ക് വെച്ചുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവിഡൻസ് ആക്ട് ന്യൂസിനകത്തുണ്ടായിരുന്നു. ഈ സീൽഡ് കവർ ജൂറിസ്പ്രൂഡൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സീൽഡ് കവർ ജൂറിസ്പ്രൂഡൻസ് ഇടയ്ക്ക് വെച്ചിട്ട് മീഡിയ വൺ ന്യൂസ് പേപ്പറിനെ ബാൻ ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടോ? മീഡിയ വൺ എന്ന് പറയുന്ന നമ്മുടെ മലയാളം ന്യൂസ് ചാനലിനെ സെൻട്രൽ ഗവൺമെന്റ് ബാൻ ചെയ്തു. എന്തിനാ ബാൻ ചെയ്തേ? ആർക്കെങ്കിലും അറിയാം എന്തിനാ ബാൻ ചെയ്തേ? മീഡിയ വണ്ണിനെ കുറെ കാലത്തേക്ക് വാർത്തകൾ സംരക്ഷിക്കാൻ എന്തിനാ ബാൻ ചെയ്തേ? എനിക്കും അറിയത്തില്ല. ഇതാണ് സീൽഡ് കവർ ജൂറിസ്പ്രൂഡൻസ്. നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അത് കോടതിക്ക് പബ്ലിക്കിന് പോയി ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മീഡിയ വണ്ണിനെ ബാൻ ചെയ്തതും ഈ സാധനം യൂസ് ചെയ്തിട്ടാണ്. അതായത് ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുക്കുന്നു, അതിനെതിരായിട്ട് നമ്മൾ കോടതിയിൽ പോകുന്നു. മീഡിയ വൺ കോടതിയിൽ പോയി അവരെ എന്തിനാ ബാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് പറയുന്നൊരു കാര്യം അത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത് ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് റീസൺ എന്താണെന്നുള്ളത് അവർ കവറിനകത്ത് എഴുതി സീൽ ചെയ്ത് ജഡ്ജിയെ മാത്രം കാണിക്കും. ജഡ്ജ് അത് വായിച്ച് നോക്കി പുള്ളി സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ഓക്കെ പറയും, ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി. മിക്കവാറും ജഡ്ജി അത് ഓക്കെ പറയും. നാഷണൽ സെക്യൂരിറ്റി ബാധിക്കുന്ന കാര്യം വേണ്ട. മറ്റേ നിവിൻ പോളിയുടെ സിനിമയ്ക്കകത്ത് അവസാനം മറ്റേ അങ്ങനെ എടുത്തിട്ട് ഇടിക്കുന്നില്ലേ? അപ്പം ഈ കാര്യം പറഞ്ഞിട്ട് ഇടിക്കുന്നു, എന്തിനു ഇരിക്കുന്ന മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നില്ലേ? ഏതായിരുന്നു അത്? മറ്റേ പ്രേമം സിനിമ അല്ലേ? യെസ്, എക്സാക്ട്ലി. പ്രേമം. അപ്പം എന്തിനാ നിന്നിട്ട് ഇടിക്കുന്നത്? എനിക്കറിയത്തില്ല. ആ അവസ്ഥയാണത്. നമ്മളെ എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് അയാൾക്ക് അറിയാൻ പറ്റത്തില്ല. സീൽഡ് കവർ ജൂറിസ്പ്രൂഡൻസ്. ഒരു അടുത്ത കാലം സുപ്രീം കോടതി പറയുന്നുണ്ട് ഇത് ചവിട്ടിക്കൂട്ടി കൊട്ടകളാണെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് സീൽഡ് കവർ ജൂറിസ്പ്രൂഡൻസ് ഇസ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പെറൻസി. ജുഡീഷ്യറിയുടെ ആണെങ്കിലും എക്സിക്യൂട്ടീവിന്റെ ആണെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ ക്വാളിറ്റി ഗുഡ് ഗവർണൻസിന്റെ ക്വാളിറ്റി ട്രാൻസ്പെറൻസി ആണ്. ഇത് ഷുഡ് ബി ട്രാൻസ്പെറൻസി. ഇത് ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത എന്ന് പറയുന്ന ഫിലോസഫിക്ക് എതിരാണ്. അതുകൊണ്ട് ഇതെടുത്ത് കളയണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഗവൺമെന്റ് ഇപ്പൊ എവിഡൻസ് ആക്ട് മൊത്തത്തിൽ തന്നെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ആക്ട് കൊണ്ടുവരാൻ പോവാം. ഓക്കെ. അപ്പം ഇനി മുതൽ ഈ സംഭവം കാണത്തില്ല. ബിക്കോസ് ഈ സാധനം വന്നിട്ടുള്ളത് ബ്രിട്ടീഷ് കോമൺ ലോയിൽ നിന്നാണ്. ഇന്ന് ബ്രിട്ടനിൽ പോലും ഈ സാധനമില്ല.
ബ്രിട്ടീഷ് കോമൺ ലോയിൽ നമ്മൾ അടിച്ചു മാറ്റിയ ഒരു കോൺസെപ്റ്റ് ആണിത്. പക്ഷെ ഇന്ന് ബ്രിട്ടനിൽ പോലും ഇതില്ല, പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. അതാണ് ഏറ്റവും കഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, കൊളോണിയൽ റിലിക് അല്ലെങ്കിൽ കൊളോണിയൽ അവശിഷ്ടം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ ചരിത്രത്തിലുള്ള ചില ഏടുകളാണിത്. ഓക്കെ, അപ്പം മേയോയുടെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം എന്താ? അതായത് കൊല്ലപ്പെടുന്ന ഒരു വൈസ്രോയ് ആരാ? കൊല്ലപ്പെടുന്ന ഒരു വൈസ്രോയ് ലോർഡ് മേയോയാ. ഇത്രയും നല്ലൊരു വ്യക്തി എന്തിനാ കൊല്ലുന്നേ? അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത് മേയോയുടെ കയ്യിലിരിപ്പുകൊണ്ടല്ല, അത് അദ്ദേഹത്തിന്റെ ബാഡ് ലക്ക് ആയിരുന്നു, അല്ലേ? വിച്ച് മീൻസ് ഈ ഷെയർ അലി അഫ്രീദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളി ബ്രിട്ടീഷുകാരുടെ വളരെ വലിയൊരു ഭക്തനാണ്. ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുക, അവരെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹം അബദ്ധം പറ്റി ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെയോ റിലേറ്റീവിനെ ആരോ ഇദ്ദേഹം കൊല്ലുന്നുണ്ട്. ഒരു വഴക്കിനിടയിൽ അബദ്ധം പറ്റി കൊല്ലുന്നതാണ്. അപ്പം അഫ്രീദി വിചാരിച്ചത്, ഓക്കെ, ഞാൻ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണല്ലോ, ബ്രിട്ടീഷുകാരെ എന്തെങ്കിലും ക്ഷമിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. അത് ഇദ്ദേഹത്തിന് ഭയങ്കര വൈരാഗ്യമായി. ഇപ്പൊ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചൊരു വ്യക്തി നമ്മളെ ഇങ്ങനെ തേച്ചല്ലോ എന്ന് അറിയുന്നതിന് വൈരാഗ്യം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഹ്യൂമൻ സൈക്കോളജി എലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, അപ്പം സ്നേഹമുരുകിയാൽ പകയാണെന്ന് പറയാറുണ്ട്, അല്ലെ? ഇപ്പൊ ഒരു വ്യക്തി നമ്മുടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നുമായിരിക്കും. പക്ഷെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ വെഞ്ചൻസ്, പകയായിട്ട് മാറും. പണ്ടത്തെ സിനിമയുടെ സ്ഥിരം തീമാണത്, അല്ലെ? അത് ചതിക്കപ്പെട്ടു എന്നൊരു ചിന്ത വരും, അല്ലെ? ഇപ്പൊ കൂടുതൽ നിർത്ത കാലുവാരി കുഴപ്പമില്ല, പക്ഷെ നമ്മൾ വിശ്വസിച്ച ഒരു വ്യക്തിയെ കാലുവാരിയെങ്കിലോ അവിടെ അത് വെഞ്ചൻസ് അല്ലെങ്കിൽ റൈവൽറി എന്നുള്ള സിസ്റ്റത്തിലേക്ക് പോകും. ഓക്കെ, ബിക്കോസ് ഷെയർ അലിക്ക് ആ രീതിയിൽ ബ്രിട്ടീഷ് വെഞ്ചൻസ് ആയിപ്പോയി. അപ്പൊ ഇദ്ദേഹം ശപഥം ചെയ്യുവാണ്, ഞാൻ ചാവുന്നതിന് മുമ്പ് ഞാൻ 3 ബ്രിട്ടീഷരെ ഞാൻ കൊന്നിരിക്കും എന്ന് ഷെയർ അലി ശപഥം ചെയ്യുക. പക്ഷെ സുപ്രീം കോടതി ഷെയർ അലിയുടെ ഈ തൂക്കിക്കൊല എന്നുള്ളത് മാറ്റിയിട്ട് ജീവപര്യന്തമാക്കി കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വൈരാഗ്യം മാറുന്നില്ല. ഇനി ഇദ്ദേഹത്തെ ഇടുന്ന സ്ഥലമാണ് കാലാപ്പാനി ജയിൽ, നമ്മുടെ മോഹൻലാലൊക്കെ കിടന്ന കാലാപ്പാനി ജയിൽ. ഈ കാലാപ്പാനി ജയില് സന്ദർശിക്കാനായിട്ട് ഒരു ദിവസം ലോർഡ് മേയോ വരിക. അപ്പോഴത്തേക്ക് ഷെയർ അലിയുടെ മനസ്സിൽ ലഡ് പൊട്ടി. എക്സാക്ട്ലി ആ പറഞ്ഞ ആൻഡമാനുള്ള കാലാപ്പാനി ജയിൽ. കാര്യം എന്താ, പുള്ളിക്ക് ഒരു ബ്രിട്ടീഷിനെ തട്ടണം. അപ്പം വൈസ്രോയ് തന്നെ നേരിട്ട് വരും. അതുപോലെ അദ്ദേഹത്തെ കൊന്ന മതിലെന്ന് പറഞ്ഞിട്ട് വൈസ്രോയ് വരുന്ന സമയം നോക്കി ഷെയർ അലി അഫ്രീദി ഒരു മതിലിന്റെ മറ പറ്റി നിന്നു. വൈസ്രോയ് വന്നു, അദ്ദേഹം നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുമായിരുന്നു. അവിടെ കിടന്ന് രക്തമാർന്ന് അദ്ദേഹം മരിക്കുന്നത്. ബിക്കോസ് നോട്ട് ഓഫ് ഹിസ് മിസ്റ്റേക്സ്, അത് ഡെസ്റ്റിനിയാണ്, വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പണി അദ്ദേഹത്തെ അങ്ങനെ കിട്ടി. അതിനുശേഷം ഷെയർ അലിയെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ലോർഡ് മേയോയുടെ ചരിത്രം, അല്ലെ? അടുത്ത വ്യക്തി ലോർഡ് നോട്ട്ബ്രൂക്ക് ആണ്. 2 പോയിന്റുകൾ പഠിക്കുക. കുക്ക മൂവ്മെന്റ്, പഞ്ചാബിലെ കുക്ക മൂവ്മെന്റ് ഇദ്ദേഹത്തിന്റെ സമയത്ത് ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിലും ചോദിച്ചത് കുക്ക മൂവ്മെന്റ് ഉടലെടുത്തത് എവിടെ? അത് പഞ്ചാബിലാണ്. നമ്മൾ കുക്കാസിനെ വഹാബീസിനെ ഒക്കെ പറ്റി വിശാലോടെ പഠിക്കും കേട്ടോ, പെസൻ മൂവ്മെന്റിനകത്ത്. തൽക്കാലം ഇത് കേട്ടിരിക്കാം. ഇദ്ദേഹമാണ് ഇൻകം ടാക്സ് അബോളിഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, വഹാബി മൂവ്മെന്റ് അടിച്ചമർത്തുന്ന ആരാ? വഹാബി മൂവ്മെന്റ് അടിച്ചമർത്തിയത് ആരായിരുന്നു? വഹാബി മൂവ്മെന്റ് അടിച്ചമർത്തിയത് ആരാ? എൽഗിൻ, അല്ലേ? എൽഗിൻ, ഗുഡ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം PSC പഠിക്കുമ്പം നിങ്ങൾ പണ്ഡിതന്മാരാവാൻ വേണ്ടി പഠിക്കരുത്, ഉദ്യോഗസ്ഥരാവാൻ വേണ്ടി പഠിക്കാന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ PSCയുടെ ആൻസർ കീയിൽ വഹാബി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എൽഗിനാണ്. വഹാബി മൂവ്മെന്റ് എൽഗിന്റെ സമയത്താണ്. കുക്ക മൂവ്മെന്റിനെ അടിച്ചമർത്തുന്നത് നോർത്ത് ബ്രൂക്ക് ആണ്. പക്ഷെ എന്റെ ചോദ്യം, ഒരു പ്രാവശ്യം PSC ചോദിച്ചത് വിച്ച് റൂറൽ, അല്ലെ ഏത് ഭരണാധികാരിയുടെ സമയത്താണ് വഹാബി ആൻഡ് കുക്ക മൂവ്മെന്റ് രണ്ടും ഒരുമിച്ച് ചോദിച്ചു? വഹാബി ആൻഡ് കുക്ക മൂവ്മെന്റ് ഏത് ഭരണാധികാരിയുടെ സമയത്താണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസിനകത്ത് നോർത്ത് ബ്രൂക്കും ഉണ്ട്, എൽഗിനും ഉണ്ട്, മേയോയും ഉണ്ട്, ലിറ്റനും ഉണ്ട്. നിങ്ങൾ ആരെ ചൂസ് ചെയ്യും? എൽഗിൻ, നോർത്ത് ബ്രൂക്ക്. ഓക്കെ, യെസ്, സുരാജ് കറക്റ്റ് ആൻസർ പറഞ്ഞു. മേയോ, ഡെക്സ്റ്ററും കറക്റ്റ് ആൻസർ പറഞ്ഞു. സുരാജും ഡെക്സ്റ്ററും അങ്ങനെ കറക്കി കുത്തിയതാണോ അതോ ചോദ്യം കണ്ടിരുന്നോ? യെസ്, ഋതു, ഗുഡ്. മേയോ ആണ് PSCയുടെ ആൻസർ കീ. കാര്യം രണ്ടുപേരും നടുക്കിരിക്കുന്ന മേയോ ആണല്ലോ. അത് ഫാക്ച്വലി റോങ് ആണ്, പക്ഷെ നമുക്ക് വേറെ മാർഗമില്ല, അങ്ങനെ തന്നെ പഠിക്കുക. ഫാക്ച്വലി തെറ്റാണ്, പക്ഷെ
PSC ഇനി ആൻസർ കിട്ടാൽ ഇത് തന്നെ ആൻസർ വരാൻ സാധ്യതയുള്ളൂ. വഹാബി ആൻഡ് കുക്ക മുഹമ്മദ് സമയത്ത് എന്ന് വെച്ചാൽ മേയുടെ സമയത്താണ്. അപ്പൊ നമ്മൾ ഈ തിയറി പഠിക്കുന്നതിന്റെ കൂടെ PSC ചോദ്യങ്ങളും കൂടെ വർക്ക്ഔട്ട് ചെയ്തതിന് മാർക്ക് പോകും. നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് പഠിച്ച് മാർക്ക് പോകുന്ന റീസൺ അതാ. ഇതെല്ലാം പഠിച്ചിട്ട് പോകും. PYQs അതിനകത്തൂടെയാണ് നമുക്ക് കറക്റ്റ് ഇൻസൈറ്റ് കിട്ടുക എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ലോർഡ് ലിറ്റനെ ഒന്ന് പരിചയപ്പെടാം. ലോർഡ് ലിറ്റൺ